നമസ്കാരം. സ്വാതന്ത്ര്യ സമര സേനാനി വീര സവർക്കറുടെ പേരിലുള്ള വീര സവർക്കർ ഇംപാക്ട് പുരസ്കാരങ്ങൾ ഡൽഹിയിൽ വർണ്ണാഭമായ ചടങ്ങിൽ വെച്ച് വിതരണം ചെയ്തു. HRDS ഇന്ത്യ സംഘടിപ്പിച്ച ലോകമതിശയിക്കുന്ന ചടങ്ങിൽ ആയിരക്കണക്കിന് ഡെലിഗേറ്റുകളും പ്രതിനിധികളും സാധാരണക്കാരുമാണ് അവാർഡ് ദാന ചടങ്ങിനായി എത്തിയത്. സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് അവരുടെ പ്രവർത്തിക്ക് അർഹതപ്പെട്ട അംഗീകാരം എന്നുള്ള നിലയ്ക്കാണ് HRDS ഇന്ത്യ വീര സവർക്കർ പുരസ്കാരം ഏർപ്പെടുത്തിയത്, അത് വിതരണം ചെയ്തത്. തിരുവനന്തപുരം MP ശശി തരൂർ അവാർഡിന് അർഹനായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് ലിസ്റ്റിലുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രവർത്തികളും അദ്ദേഹം വിശ്വ പൗരനാണ്, ലോകോത്തര വ്യക്തിത്വമാണ്. അത് കണക്കാക്കിയാണ് അദ്ദേഹത്തിന്റെ പേര് അവാർഡ് കമ്മിറ്റി തിരഞ്ഞെടുത്തത്. പക്ഷേ അദ്ദേഹം പുരസ്കാരം വാങ്ങാൻ എത്തിയില്ല. അദ്ദേഹം കൊൽക്കത്തയ്ക്ക് ഒരു പരിപാടിക്ക് പോയതായിട്ടാണ് അദ്ദേഹത്തിന്റെ ഓഫീസ് അറിയിച്ചിരുന്നത്. അദ്ദേഹം പുരസ്കാരം വാങ്ങരുത് എന്ന് പറഞ്ഞ് കോൺഗ്രസുകാരുടെ നിലവിളിയായിരുന്നു. അദ്ദേഹം വീര സവർക്കറുടെ പേരിലുള്ള പുരസ്കാരം വാങ്ങുന്നത് മതേതരത്വത്തിന്, അതുപോലെ തന്നെ ധാർമ്മികതയ്ക്ക്, ജനാധിപത്യത്തിന് വിരുദ്ധമാണ് തുടങ്ങിയ പോസ്റ്റുകളാണ് കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് പ്രവർത്തകർ ഒക്കെ തന്നെ കെ മുരളീധരൻ, രാജ്മോഹൻ ഉണ്ണിത്താൻ, AP അനിൽകുമാർ, KC വേണുഗോപാൽ തുടങ്ങിയവർ ഉന്നയിച്ചത്. ഓർക്കുക, നിങ്ങളുടെയൊക്കെ ഒരു നേതാവുണ്ടായിരുന്നു, ഇന്ദിരാ പ്രിയദർശിനി എന്ന ഇന്ദിരാഗാന്ധി. ഇവർ വീര സവർക്കറെ എങ്ങനെ കണ്ടിരുന്നു എന്ന് നിങ്ങൾ ചരിത്രമൊന്ന് പഠിക്കണം. മാത്രമല്ല, ബോംബെ തെരഞ്ഞെടുപ്പ് കാലത്ത് വീര സവർക്കർക്കെതിരെ ഒരക്ഷരം മിണ്ടാൻ ഈ നാറിയ കോൺഗ്രസുകാർക്ക് പേടിയായിരുന്നു, മുട്ടിടിക്കുമായിരുന്നു, നിക്കറിൽ മുള്ളുമായിരുന്നു. ഇത് ഇന്ദിരാഗാന്ധിയുടെ കാലത്തെ കോൺഗ്രസ് അല്ല. മുസ്ലിം മതപ്രീണനം, വർഗീയവാദികൾ, ഭീകരവാദികൾ ഒക്കെ കൂട്ടുചേർന്ന ഒരു കോൺഗ്രസിന്റെ കോക്കസ് അല്ലെങ്കിൽ ഒരു കോൺഗ്രസ് ഗൂഢസംഘമാണ് ഇപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്നത്. അവർക്ക് സവർക്കറെ അംഗീകരിക്കാൻ പറ്റില്ല. കാരണം സവർക്കറെ അംഗീകരിച്ചു കഴിഞ്ഞാൽ മുസ്ലിം വോട്ട് പോയെങ്കിലോ എന്നുള്ള ഭയം കൊണ്ടാണ് ഈ ചെറ്റത്തരങ്ങളൊക്കെ തന്നെ കാണിക്കുന്നത്. എന്തായാലും തരൂർ എന്തുകൊണ്ട് അവാർഡ് വാങ്ങാൻ എത്തിയില്ല എന്നുള്ള കാര്യം തരൂരിന്റെ ഓഫീസ് ഔദ്യോഗികമായി വ്യക്തമാക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ തരൂരിനെ വിരട്ടി, ഭയപ്പെടുത്തി, അല്ലെങ്കിൽ അങ്ങനെ ഓടിച്ചതാണെന്ന് പറയുന്നു. തരൂർ അങ്ങനെ ഭയപ്പെടുന്ന വ്യക്തിയല്ല. പക്ഷേ കോൺഗ്രസ് പാർട്ടിക്ക് നിലനിൽപ്പില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഒരു വേള അദ്ദേഹം അവാർഡ് സ്വീകരിക്കാൻ എത്താത്തതായിരിക്കും എന്ന് നമ്മൾ സ്വാഭാവികമായി നമ്മുടെ ഒരു നിഗമനം അങ്ങനെയാണ്. ഇന്ദിരാഗാന്ധി വീര സവർക്കർക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തു എന്നുള്ള കാര്യം കൂടി ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഈ കോൺഗ്രസുകാരുടെയൊക്കെ വലിയ മുത്തശ്ശിയാണല്ലോ. സവർക്കർ സ്മാരക പോസ്റ്റൽ സ്റ്റാമ്പ് 1970 പുറത്തിറക്കി. പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ കോൺഗ്രസ് സർക്കാർ അദ്ദേഹത്തിന്റെ ബഹുമാനാർത്ഥമാണ് ഈ ഒരു തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയത്. ഇപ്പോഴും ചരിത്രത്തിന്റെ ഏടുകളിൽ ഈ തപാൽ സ്റ്റാമ്പ് ഗൂഗിളിലും മറ്റും നമുക്ക് കിട്ടും. സ്വാതന്ത്ര്യ സമര സേനാനി പദവി 73 മാർച്ചിൽ ആഭ്യന്തരമന്ത്രി മുഖേന കോൺഗ്രസ് സർക്കാർ സവർക്കർക്ക് സ്വാതന്ത്ര്യ സമര സേനാനി പദവി ഔദ്യോഗികമായി നൽകി. ഇവരുടെ മുത്തശ്ശിയാണ്, രാഹുൽ ഗാന്ധിയുടെയൊക്കെ മുത്തശ്ശിയാണ് ഇന്ദിരാഗാന്ധി. അവരാണ് നൽകിയത്. കോൺഗ്രസ് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി സവർക്കറെ ഇന്ത്യയുടെ ശ്രദ്ധേയനായ പുത്രൻ എന്നും ധീരതയ്ക്കും ദേശസ്നേഹത്തിനും ഉള്ള പര്യായമാണ് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ നാമം എന്ന് വിശേഷിപ്പിച്ചു എന്ന് വ്യക്തമായി തന്നെ പറയുകയും ചെയ്തു. 79 മുംബൈയിലെ സവർക്കർ സ്മാരക ഫണ്ടിലേക്ക് 11,000 രൂപ, അന്നത്തെ 11,000 എന്ന് പറഞ്ഞാൽ ഇന്നത്തെ 11 ലക്ഷത്തിന് മേൽ വരും, അവർ അവരുടെ പോക്കറ്റിൽ നിന്ന്, അവരുടെ ശമ്പളത്തിൽ നിന്ന് എടുത്ത് നൽകി എന്നതും ചരിത്രം. 80 സവർക്കറുടെ ജന്മശതാബ്ദി ആഘോഷിക്കുന്നതിനുള്ള പദ്ധതികൾ തയ്യാറാക്കി. സ്വാതന്ത്ര്യ വീര സവർക്കർ രാഷ്ട്രീയ സ്മാരകത്തിന്റെ സെക്രട്ടറി പണ്ഡിറ്റ് ബഖ്ലെ എഴുതിയ കത്തിന് മറുപടിയായി അതേ വർഷം മെയ് 20 എഴുതിയ കത്തിൽ ഇന്ദിരാഗാന്ധി ബഖ്ലെക്ക് ഇപ്രകാരം മറുപടി നൽകി. നിങ്ങളുടെ 80 മെയ് 8 കത്ത് ലഭിച്ചു. ബ്രിട്ടീഷ് സർക്കാരിനെതിരായി വീര സവർക്കറുടെ ധീരമായ എതിർപ്പിന് നമ്മുടെ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന്റെ വാർഷികങ്ങളിൽ അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. ഇന്ത്യയുടെ ശ്രദ്ധേയനായ പുത്രന്റെ ജന്മശതാബ്ദി ആഘോഷിക്കാനുള്ള പദ്ധതികൾക്ക് ഞാൻ വിജയം ആശംസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്ദിരാഗാന്ധി ബഖ്ലെക്ക് മറുപടി കത്ത് എഴുതിയത്. 66 സവർക്കറുടെ മരണത്തിൽ ഇന്ദിരാഗാന്ധി അനുശോചനം രേഖപ്പെടുത്തിയിരുന്നു. രാജ്യത്തെ പലർക്കും പ്രചോദനം നൽകി വിപ്ലവകാരിയായി സവർക്കറിനെ പ്രശംസിച്ചുകൊണ്ട് ഇന്ദിരാഗാന്ധി ഒരു പ്രസ്താവനയും പുറത്തിറക്കി. 80കളിൽ കോൺഗ്രസ് സർക്കാർ അവരുടെ സർക്കാർ ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയം വഴി സവർക്കറെ കുറിച്ച് ഒരു ഡോക്യുമെന്ററി ചിത്രം നിർമ്മിച്ചു. അതുപോലെ 85 ഓഗസ്റ്റിൽ ഉത്തർപ്രദേശിലെ ഖലീദാബാദിൽ നിന്നുള്ള കോൺഗ്രസ് MP ചന്ദ്രശേഖർ ത്രിപാഠി ലോക്സഭയിൽ വീര സവർക്കറെ പിന്തുണച്ച് സംസാരിച്ചു. ശശി തരൂർ സവർക്കർ സ്മാരക അവാർഡ് സ്വീകരിക്കരുത് എന്ന് പറയുന്ന കോൺഗ്രസ് നേതാക്കളും
ഒക്കെ തന്നെ അവരുടെ മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയും അന്നത്തെ കോൺഗ്രസ് സർക്കാരുകളെയും എംപിമാരെയും ഒക്കെ തള്ളിപ്പറയാൻ ഇന്നും തയ്യാറാകുമോ എന്ന് ചോദിക്കുന്നു ഇത് കാണുന്നവർ, ഇത് കേൾക്കുന്നവർ. അതായത് പ്രീണന സർക്കാരായി അല്ലെങ്കിൽ പ്രീണന രാഷ്ട്രീയ പാർട്ടിയായി, സർക്കാരില്ല രാഷ്ട്രീയ പാർട്ടിയായി കോൺഗ്രസ് മാറിക്കഴിഞ്ഞു. നാണം കെട്ട പ്രീണനം, മത തീവ്രവാദികൾക്ക് കാല് തിരുമ്പി കൊടുക്കുന്ന, ഇന്ത്യയെ ആക്രമിച്ചാൽ മതം നോക്കി വെടിവെച്ച് കൊന്നാൽ അവരെ പ്രകീർത്തിക്കുന്ന, ഇന്ത്യയുടെ ശത്രു രാജ്യങ്ങളെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്ന പാർട്ടിയായി കോൺഗ്രസും രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അവർക്ക് സ്തുതി പാടുന്ന കേരളത്തിലെ ഈ ചീഞ്ഞുനാറിയ നേതാക്കളൊക്കെ മാറി. ഇന്ദിരാഗാന്ധി അയൺ ലേഡി എന്നൊക്കെയാണല്ലോ പറയുന്നത്. അവർ എന്തായാലും വീരസവർക്കറെ പ്രകീർത്തിച്ചും അനുമോദിച്ചും സ്വാതന്ത്ര്യ സമര സേനാനി പദവി ഔദ്യോഗികമായി നൽകിയതും ഒക്കെ തന്നെ ചരിത്രത്തിന്റെ ഭാഗമാണ്. അതൊക്കെ തന്നെ തള്ളിപ്പറയാൻ ഇപ്പോഴത്തെ ഈ കോൺഗ്രസ്സുകാർ, കെ മുരളീധരൻ അടക്കമുള്ള കോൺഗ്രസ്സുകാർ തയ്യാറാകും. അദ്ദേഹത്തിന്റെ അച്ഛൻ ഇന്ദിരാ പ്രിയദർശിനിയുടെ ഏറ്റവും അടുത്ത ആളായിരുന്നല്ലോ. ഒന്ന് തള്ളിപ്പറഞ്ഞു നോക്കൂ ഇന്ദിരാഗാന്ധി ആ ചെയ്തത് ശരിയല്ല എന്ന് പറയാനുള്ള ചങ്കൂറ്റം, തന്റെ ഇടം, ആണത്വം ഈ പറഞ്ഞ കോൺഗ്രസ് നേതാക്കൾക്ക് ഉണ്ടോ?